എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 68-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 68. ഭുജാശ്ലേഷാ നിത്യം പുരതമൈരു കണ്ടകവതി തവഗ്രീവാ ദത്തേ മുഖകമലനാള ശ്രിയമിയം സ്വതശ്വേത കാളാകരുബഹുള ജംഭാലമലിന മൃണാളീലാളിത്യം വഹതി യതതോ ഹാരലതിക. എന്നുകൂടെ പറയാം. ഭുജാശ്ലേഷാൽ നിത്യം പുരതമൈതു കണ്ടകവതി തവഗ്രീവാ ദത്തേ മുഖകമലനാള ശ്രിയം ഇയം സ്വതഃ ശ്വേത കാളാകരു ബഹുളജം ബാലമലിന മൃണാളീലാളിത്യം വഹതി യതഥ ഹാരലതിക. ഇവിടെ ദേവിയുടെ കഴുത്തിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അല്ലയോ മഹാദേവി, നിന്തിരുവടിയുടെ ഈ കഴുത്ത് ത്രിപുരാന്തകൻ്റെ കൈകൾ കൊണ്ടുള്ള ആലിംഗനത്താൽ എല്ലാ സമയത്തും രോമാഞ്ചമാകുന്ന മുള്ളുകളോട് കൂടിയതായിട്ട് മുഖമാകുന്ന കമലത്തിൻ്റെ നാളലക്ഷ്മിയെ ധരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആ കഴുത്തിൻ്റെ അധോഭാഗത്തിൽ പ്രകൃത്യാ വെളുത്തതും കാരകലിൻ്റെ അധികമായ പങ്കം പുരണ്ട് കറുത്തിരിക്കുന്നതുമായ മുത്തുമാല താമര വളയത്തിൻ്റെ സൗഭാഗ്യത്തെ വഹിക്കുന്നു. ഇവിടെ പറയുന്നത്, അല്ലയോ മഹാദേവി, അല്ലയോ ദേവി, നിന്തിരുവടിയുടെ കഴുത്ത്. നിന്തിരുവടിയുടെ കഴുത്തെന്ന് പറഞ്ഞാൽ ദേവിയുടെ ഈ കഴുത്ത്. ദേവിയുടെ ഈ കഴുത്ത് ശങ്കരാചാര്യരാണ്, നമുക്കറിയാം, സൗന്ദര്യലഹരി രചിച്ചത്. അപ്പം ശങ്കരാചാര്യ സ്വാമികൾ ഈ കഴുത്ത് എന്ന് പറയുമ്പോൾ വളരെ അടുത്ത് ദേവിയെ കണ്ട് വർണ്ണിക്കുന്നത് പോലെയാണ് നിന്തിരുവടിയുടെ കഴുത്ത്. ത്രിപുരാന്തകൻ്റെ കൈകൾ കൊണ്ടുള്ള ആലിംഗനത്താൽ, ത്രിപുരാന്തകൻ എന്ന് വെച്ചാൽ പരമശിവൻ, പരമശിവൻ്റെ കൈകൊണ്ടുള്ള ആലിംഗനത്താൽ എല്ലാ സമയത്തും രോമാഞ്ചമാകുന്ന മുള്ളുകളോട് കൂടിയതായിട്ട് മുഖമായ കമലത്തിൻ്റെ നാളലക്ഷ്മിയെ ധരിക്കുന്നു. അപ്പം അർദ്ധനാരീശ്വരന്മാരാകുമ്പോൾ എപ്പോഴും എന്താണ്, ആ പ്രേമവായ്പുണ്ട്. അപ്പം ഇവിടെ പറയുന്നത്, പരമശിവൻ്റെ കൈകൾ കൊണ്ടുള്ള ആലിംഗനത്താൽ എല്ലാ സമയത്തും രോമാഞ്ചമാകുന്ന മുള്ളുകളോട് കൂടിയതായിട്ട്. അപ്പം ആ ആലിംഗന സമയത്ത് ദേവിയുടെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അതാണ് രോമാഞ്ചമാകുന്ന മുള്ളുകളോട് കൂടിയതായിട്ട്. അപ്പം ഇവിടെ ആ രോമാഞ്ചമാകുന്ന മുള്ളുകളോട് കൂടിയതായിട്ട് എന്ന് പറയുന്നത് മുഖമാകുന്ന കമലത്തിൻ്റെ നാളലക്ഷ്മിയെ ധരിക്കുന്നു. ദേവിയുടെ മുഖം എങ്ങനെയാണ്? താമര പോലെയാണ്. അപ്പം താമരത്തണ്ട് എന്ന് പറയുന്നതാണ് ദേവിയുടെ കഴുത്ത്. അപ്പോൾ ദേവിയുടെ കഴുത്തിന് എന്താണ്? ഈ താമര, നമുക്കറിയാം, താമര തണ്ടയിൽ ചെറിയ മുള്ളു പോലുണ്ട്. അതാണ് ഇവിടെ രോമാഞ്ചമാകുന്ന മുള്ളുകളായിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ താമര എന്തുകൊണ്ടെന്നാൽ ആ കഴുത്തിൻ്റെ അധോഭാഗത്തിൽ പ്രകൃതിയാ വെളുത്തതും കാരകലിൻ്റെ അധികമായ പങ്കം പുരണ്ടിരിക്കുന്നതുമായ മുത്തുമാല താമര വളയത്തിൻ്റെ സൗഭാഗ്യത്തെ വഹിക്കുന്നു. അപ്പോൾ താമരപ്പൂ വെളുത്തതും താമര തണ്ടെന്ന് പറയുന്നത് താമരത്തണ്ട്, താമരപ്പൂവിൻ്റെ താമര വളയം എന്ന് പറയുന്നത് നല്ല വെളുപ്പാണ്. അതാണ് ഇവിടെ ദേവിയുടെ കഴുത്തിലിരിക്കുന്ന മുത്തുമാലയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ മുത്തുമാല താമര വളയത്തിൻ്റെ സൗഭാഗ്യത്തെ വഹിക്കുന്നു എന്ന് വെച്ചാൽ ദേവിയുടെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന മുത്തുമാല എന്ന് പറയുന്നത് താമര വളയമാണ്. ആ താമര വളയം എവിടാണ്? ചെളിയിലാണ് വളരുന്നത്. ആ ചെളിയുടെ അതുപോലെ ദേവി ധരിക്കുന്ന മാല എന്ന് പറയുന്നത് വെളുത്ത മുത്തുമാലയാണ് ധരിക്കുന്നത്. ആ വെളുത്ത മുത്തുമാല ദേവിയുടെ കഴുത്തിൽ പുരട്ടിയിരിക്കുന്ന സുഗന്ധദ്രവ്യമായ കാരകലിൻ്റെ അധികമായ പങ്കം പുരണ്ട് കറുത്തുമിരിക്കുന്ന അത് താമരവളയത്തിൻ്റെ സൗഭാഗ്യത്തെ വഹിക്കുന്നു. അപ്പം സ്വതവേ ദേവി വെളുത്ത മുത്തുമാലയാണ് ഇടുന്നത്. എന്നാൽ കഴുത്തിൽ പുരട്ടിയിരിക്കുന്ന ആ കാരകലിൻ്റെ ആ സുഗന്ധദ്രവ്യത്തിൻ്റെ ആ ഒരു കറുപ്പ് നിറം കൂടെ ആ മാലയിൽ പടർന്നിട്ടുണ്ട്. ആ മുത്തുമാല താമര വളയത്തിൻ്റെ സൗഭാഗ്യത്തെ വഹിക്കുന്നു എന്ന് വെച്ചാൽ മുഖമാകുന്ന താമര വളയം എന്ന് പറയുന്നത് എന്താണ്? ദേവിയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയാണ്. ആ മാല താമര ചെളിയിലാണ് വളരുന്നത്. അപ്പം താമരപ്പൂ മുകളിലേക്ക്, അവിടെ നല്ല പവിത്രമായ
വെള്ളത്താമരയുടെ വളയം എന്ന് പറയുന്നത് ചെളിയിൽ നിൽക്കുന്നത് കൊണ്ട് അതിൽ ആ കറുത്ത നിറം കറുത്തിരിക്കുന്നു. അതുപോലെയാണ് ഇവിടെ ദേവി സ്വതവേ വെളുത്ത മാലയാണ് കഴുത്തിലിടുന്നത്. എന്നാൽ കാരകലിൻ്റെ അധികമായ ആ ഒരു ചെളി പുരണ്ടിരിക്കുന്നത് കൊണ്ട് കറുത്തും ഇരിക്കുന്നു. അപ്പം മുത്തുമാലയിൽ കുറച്ച് അഴുക്കൊക്കെ പുരണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ അപ്പം ഇവിടെ പറയുന്നത് ഭഗവാന്റെ ത്രിപുരാന്തകൻ്റെ കൈകൾ കൊണ്ടുള്ള ആലിംഗനത്താൽ എല്ലാ സമയത്തും രോമാഞ്ചമാകുന്ന മുള്ളുകളോട് കൂടിയതായിട്ട് മുഖമാകുന്ന കമലത്തിൻ്റെ നാളലക്ഷ്മിയെ ധരിക്കുന്നു. അപ്പോൾ ഇവിടെ ദേവിയുടെ മുഖം താമരയാണെന്ന് പറഞ്ഞു. ദേവിയുടെ മുഖം താമരയുടെ സൗന്ദര്യമാണെന്ന് വെച്ചാൽ വളരെ സൗന്ദര്യമുള്ള താമരപ്പൂ പോലെയാണ് ദേവിയുടെ മുഖം. അപ്പോൾ ദേവിയുടെ മുഖത്തിൻ്റെ കഴുത്തെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കഴുത്തിനെയാണ് താമരത്തണ്ട് പോലെ ഉപയോഗിച്ചിരിക്കുന്നത്. താമരത്തണ്ട് അതിലുള്ള ആ താമരത്തണ്ടിൽ ഉള്ള മുള്ളുകളെന്ന് പറയുന്നത് പരമശിവൻ്റെ കൈകൾ കൊണ്ടുള്ള ആലിംഗനത്താൽ രോമാഞ്ചമുണ്ടാകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ആ രോമങ്ങളെയാണ്, അതാണ് താമരത്തണ്ടിൽ കാണുന്ന ചെറിയ ചെറിയ മുള്ളുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ദേവിയുടെ കഴുത്തിൻ്റെ അധോ ഭാഗമെന്ന് പറഞ്ഞാൽ ദേവിയുടെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന താമരവള്ളിയാണ് ദേവിയുടെ കഴുത്ത്. ആ താമരവള്ളിയോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ദേവിയുടെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന വെളുത്ത മുത്തുമാല, തൻ്റെ കണ്ഠത്തിൽ പുരട്ടിയിരിക്കുന്ന ആ സുഗന്ധദ്രവ്യമായ കാരകലിൻ്റെ അധികമായ പങ്കം പുരണ്ട് കറുത്തുമിരിക്കുന്ന മുത്തുമാല താമരവളയത്തിൻ്റെ സൗഭാഗ്യത്തെ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ചെളിയിൽ വളരുന്ന താമരയും താമരവളയവും എന്താ പറയുന്നത് ദേവിയുടെ കഴുത്തുമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപരിഭാഗത്ത് മുഖമാകുന്ന കമലവും അധോ ഭാഗത്തിൽ മുത്തുമാലയാകുന്ന താമരവളയും ഇരിക്കുന്നതിനാൽ മധ്യത്തിൽ കഴുത്ത് നാളദണ്ഡ വിലാസത്തെ ചെയ്യുന്നതെന്ന് വെച്ചാൽ താമരത്തണ്ടിനെയാണ്. ഇവിടെ താമരത്തണ്ട് പോലെയാണ് ദേവിയുടെ കഴുത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭുജാശ്ലേഷാ നിത്യം പുരതമൈരി കണ്ടകപതി തവഗ്രീവാതത്തെ മുഖകമലനാള ശ്രിയമിയം സ്വതശ്വേത കാളാക ബഹുള ജംഭാലമലിന മൃണാളീ ലാളിത്യം വഹതി യതോ ഹാരലതിക. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.